MK ഫൈസിയിൽ നിന്നും നിർണായക വിവരങ്ങൾ. പാലക്കാടും കോട്ടയത്തും SDPI കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. രാജ്യമെമ്പാടും SDPI കേന്ദ്രങ്ങളിൽ വീണ്ടും ED റെയ്ഡ്. സംസ്ഥാനത്ത് പാലക്കാടും കോട്ടയത്തുമാണ് ED റെയ്ഡ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്തും പരിശോധന നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ED അറസ്റ്റ് ചെയ്ത SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് എന്നാണ് സൂചന. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പനമണ്ണയിൽ കബീർ എന്നയാളുടെ ആഡംബര ഭവനത്തിലാണ് റെയ്ഡ് നടക്കുന്നത്. പ്രവാസിയാണ് കബീർ. ഇയാളുടെ ബന്ധുവിനെ തേടിയാണ് എത്തിയതെന്നും സൂചനയുണ്ട്. ഫെഡറൽ ബാങ്കിലെ 3 ജീവനക്കാരും റെയ്ഡിന്റെ ഭാഗമാണ്. ഡൽഹി, കോഴിക്കോട് യൂണിറ്റുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കോട്ടയത്ത് വാഴൂർ ചാമമ്പതാൽ SBT ജംഗ്ഷനിൽ SDPI നേതാവ് നിഷാദ് നടക്കേമുറിയിലെ വീട്ടിലാണ് പരിശോധന. രാവിലെ 9:30ഓടെയാണ് അന്വേഷണ സംഘം സ്ഥലത്തെത്തിയത്. മിച്ചഭൂമി കോളനിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. SDPI നേതാവായ നിഷാദ് നിരോധിത സംഘടനയായ PFIയുടെ ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്നു. PFIക്ക് വിദേശത്തു നിന്നും വൻതോതിൽ ഫണ്ട് എത്തിയിരുന്നു. ഇത് ഇപ്പോൾ SDPIക്കാണ് എത്തുന്നത്. SDPIയും നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം പിരിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഫൈസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നേരത്തെയും ED സംസ്ഥാന വ്യാപകമായി SDPI കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. 2ാം ഘട്ടമായാണ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് പരിശോധന.